ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓസ്ട്രേലിയയിലേക്ക് ഇന്ത്യയിലൊരു നേഴ്സിനെ വരുന്നതിന് എന്താണ് ചെയ്യേണ്ടത്, അതിന് ഉള്ള ഇപ്പോഴത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. ഓസ്ട്രേലിയയിലേക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു നേഴ്സിന് വേണ്ടിയൊരു ബേസിക് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 3 മാസത്തെ എക്സ്പീരിയൻസ് മാത്രമാണ്. എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ അവർ 3 മാസം 5 വർഷത്തിൽ 3 വർഷം 3 മാസം, അതായത് 450 മണിക്കൂർ എന്നാണ് പറയുന്നത്. അത്ര എക്സ്പീരിയൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത്രയും എക്സ്പീരിയൻസ് ഉള്ള നാട്ടിൽ പഠിച്ചിറങ്ങിയ ഒരു നേഴ്സിന് ഇങ്ങോട്ട് ആപ്ര എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയൻ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബോഡിയാണത്. അവരുടെ പേര് ആപ്ര എന്നാണ്. ആപ്രയുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് സെൽഫ് ചെക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിന് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം. അത് ഫ്രീ ഓഫ് കോസ്റ്റാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്കൊരു ഇമെയിൽ അയക്കും. നമ്മുടെ ഓരോ നേഴ്സിനും ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫൈൽ ഉണ്ടാക്കുകയാണ്. ഒരു പോർട്ട്ഫോളിയോ എന്നാണ് അതിന് പറയുന്നത്. ആപ്രയുടെ വെബ്സൈറ്റിൽ ഉണ്ടാക്കാൻ പറഞ്ഞ് നമുക്ക് ഒരു ഇമെയിൽ വരും. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അതിലേക്ക് അറ്റാച്ച് ചെയ്യാം. നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്, നമ്മുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ എല്ലാം അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ അവരത് അസസ് ചെയ്യും. ആ അസസ്മെൻറ്റിന് അവർ ഫീസ് മേടിക്കുന്നുണ്ട്. $410 ഓസ്ട്രേലിയൻ ഡോളേഴ്സാണ്. അത് നോൺ റീഫണ്ടബിളാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് നോർമൽ കേസസിൽ വലിയ കുഴപ്പമില്ലാത്തൊരു കേസിലാണെങ്കിൽ അവർ ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പാത്വേയിലേക്ക് നമുക്കൊരു ലെറ്റർ തരും, നമുക്കൊരു ഇമെയിൽ വരും. ആ ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റിലേക്ക് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്പർ 1 MCQ എന്ന് പറയുന്നൊരു എക്സാമാണ്. അത് നാട്ടിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം, ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും എഴുതാം. അത് PSN സെൻറ്റർ എന്ന് പറയുന്നൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. നമ്മുടെ നാട്ടിലെ NCLEX മോഡൽ പോലത്തെ ഒരു എക്സാമാണ്. ആ എക്സാം എഴുതുക എന്നുള്ളതാണ് ആദ്യ പാഠം. അത് ജയിക്കുക. അതിനുള്ള ഫീസ് എന്ന് പറയുന്നത് റഫ്ലി ഒരു $250 വരും. അത് പാസ്സായി കഴിഞ്ഞാൽ ആപ്ര വീണ്ടും ഒരു ഇമെയിൽ വിടും. നമുക്ക് ഓസ്കി എന്ന് പറഞ്ഞാൽ എക്സാം എഴുതാൻ നമുക്ക് അപ്രൂവൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ വിടും. ആ ഓസ്കി എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് എഴുതുന്നൊരു എക്സാമാണ്. അത് ക്ലിനിക്കൽ ബേസ്ഡ് എക്സാമാണ്. ഒരു ലാബിൽ പോയി, ഓസ്ട്രേലിയയിലെ അഡലേഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ലാബിൽ പോയി ചെയ്യുന്നൊരു ക്ലിനിക്കൽ എക്സാമാണ്. കുറേ വർക്ക് സ്റ്റേഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സാമാണ്. ഇനി അത് പാസ്സാക്കി അതിന് വരുന്ന പൈസ എന്ന് പറയുന്നത് $4,000 ഓസ്ട്രേലിയൻ ഡോളറാണ്. അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാം, നാട്ടിൽ പോയി കഴിയുമ്പോൾ അത് പാസ്സായെന്നാൽ അവരൊരു ലെറ്റർ വിടും. ബാക്കി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഫുൾ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് വരുന്നൊരു അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എങ്ങനെയാണ്, എപ്പോഴാണ് അത് വേണ്ടത്? ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ലാസ്റ്റ് സ്റ്റേജിൽ ഓസ്കി പാസ്സായി കഴിഞ്ഞാലും മതി. അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതെന്ന് പറയുന്നത് IELTS-ന് 7 വെച്ച് എല്ലാ മോഡ്യൂളിനും, റൈറ്റിങ്ങിന് 6.5, ഒരു മോഡ്യൂളിനും 6.5 താഴെ പോകാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലബ് ചെയ്യാൻ സാധിക്കും. 12 മാസം ഗ്യാപ്പിൽ 2 എക്സാമോ 3 എക്സാമോ ഒക്കെ കമ്പൈൻ ചെയ്യാൻ സാധിക്കും. ക്ലബിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. OET ആണെങ്കിൽ എല്ലാ മോഡ്യൂളിനും B വെച്ച്, ഒരു റൈറ്റിങ്ങിന് C+, ഒരു മോഡ്യൂളിനും C+ താഴെ പോകാൻ പാടില്ല. ഇതെല്ലാം 2 വർഷമായിട്ടോ വാലിഡിറ്റി. 12 മാസത്തെ ഗ്യാപ്പിൽ നമുക്ക് ക്ലബ് ചെയ്യാൻ സാധിക്കും. PTE ആണെങ്കിൽ 66 വെച്ച് എല്ലാത്തിനും, റൈറ്റിങ്ങിന് 56, അതും ക്ലബ് ചെയ്യാൻ സാധിക്കും 2 വർഷത്തെ വാലിഡിറ്റിയിൽ. പിന്നെ ഞാൻ 3 മാസത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരെ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും ഈ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർക്ക് വിസ ഇവിടെ കിട്ടണമെങ്കിൽ മിനിമം നമുക്ക് 1 വർഷം എക്സ്പീരിയൻസ് എങ്കിലും വേണം കേട്ടോ. അറ്റ്ലീസ്റ്റ് 1 വർഷം ഉള്ളവരെ പരിഗണിക്കത്തുള്ളൂ. നമുക്ക് എലിജിബിലിറ്റി ഉള്ളൂ, വർക്ക് വിസ കിട്ടാൻ ഗവൺമെൻറ്റിന് റൈറ്റ് ഉള്ളൂ. അപ്പോൾ ഈ 3 മാസമുള്ള ഒരാൾ തുടങ്ങുമ്പം ആ എക്സ്പീരിയൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അയാൾക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ളവർ, ഇന്ത്യയിൽ നിന്നുള്ളവരൊക്കെയാണെങ്കിൽ 3 വർഷം, 5 വർഷം, 8 വർഷമൊക്കെ ഉണ്ട്. അതനുസരിച്ച് പോയിൻ്റ് കിട്ടും. അതനുസരിച്ച് നമുക്ക് PR-നാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണിയിൽ ഞാനൊന്ന് കൺവേർട്ട് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ കോസ്റ്റ്, ഓസ്കിയുടെ എക്സാമിൻ്റെ കോസ്റ്റ്, MCQൻ്റെ കോസ്റ്റ് എല്ലാം ഉണ്ട്. പ്ലസ് ട്രാവൽ, വിസ എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ഒരു 3.5-4 ലക്ഷം രൂപ മിനിമം ആവേണ്ടതാണ്. എല്ലാം കൂടെ അറ്റ്ലീസ്റ്റ് 4 ലക്ഷം രൂപ ആവേണ്ടതാണ്. പിന്നെ ബാക്കിത്തെ അത് എക്സ്ട്രാ കോസ്റ്റുകൾ വന്നേക്കാം ആ കൂടെ. ഞാനൊരു റഫ് കോസ്റ്റ് മാത്രമാണ് പറഞ്ഞത്. ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് 6 to 8 months ആണ് റഫ്ലി പറയുന്നത്. ഇനി അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ജോലി, PR എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമയം പോലെ ഇരിക്കും. നമ്മുടെ പോയിൻ്റ് അടിസ്ഥാനത്തിൽ ഇവിടുത്തെ നീഡ് അനുസരിച്ചിരിക്കും. എനിവേ, ഓൾ ദി ബെസ്റ്റ്. തിങ്ക് ആൻഡ് ട്രാവൽ. ഓൾ ദി ബെസ്റ്റ് ടു എവരി വൺ.